Meet the editors. ചോദ്യം ഇതാണ്, പാർട്ടിക്ക് ബോധ്യപ്പെട്ടു. ബാലകൃഷ്ണൻ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. EPയെ പാർട്ടി ഒപ്പം നിർത്തുന്നു, പകരം ശോഭയ്ക്കെതിരെ കേസ് കൊടുക്കാൻ ചുമതലപ്പെടുത്തുന്നു. അതിനും അപ്പുറത്തേക്കുള്ള നടപടികളിലേക്ക് കടക്കുന്നില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. EPയെ പാർട്ടി ഒപ്പം നിർത്തുന്നു. ഒപ്പം നിർത്തി. അത് യഥാർത്ഥത്തിൽ പാർട്ടിക്ക് ബോധ്യപ്പെട്ടോ എന്നാണല്ലോ നമ്മുടെ ചോദ്യം. യഥാർത്ഥത്തിൽ പാർട്ടി എത്തി നിൽക്കുന്ന ഒരു ഗതികേടാണത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ EPക്കെതിരെ ഒരു നടപടി എടുക്കുന്നു എന്ന് വിചാരിക്കുക. ഇന്നിപ്പോൾ EPയും പ്രകാശ് ജാവ്ദേക്കറുമായി നടന്ന കൂടിക്കാഴ്ചയെ വളരെ നിഷ്കളങ്കമായ ഒരു കൂടിക്കാഴ്ചയായി വിശദീകരിച്ചിരിക്കുകയാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദ മാസ്റ്റർ. അങ്ങനെയൊന്നും ഇത്തരം കൂടിക്കാഴ്ചകളെ വളരെ ലളിതമായി വിശദീകരിക്കുന്ന ഒരു പാർട്ടിയൊന്നുമല്ല CPM. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു നടപടിയിലേക്ക് CPM കടക്കുകയാണ് എങ്കിൽ ഒരർത്ഥത്തിൽ അതൊരു കുറ്റസമ്മതമായി മാറും. ഇപ്പോൾ EPയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ചൂടുപിടിച്ച് നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിനെ പോലൊരു വളരെ സീനിയറായിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള LDF കൺവീനറായിട്ടുള്ള ഒരു നേതാവിനെതിരെ ഒരു നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് ഒരു കുറ്റം സംഭവിച്ചിരിക്കുന്നു എന്ന് തുറന്ന് സമ്മതിക്കലാകും. അത് അതിനേക്കാൾ വലിയ രാഷ്ട്രീയ അപകടമുണ്ടാക്കുമെന്ന് തിരിച്ചറിയുന്ന പാർട്ടി സ്വാഭാവികമായും ചില താക്കീതുകൾ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കൊടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ. കാരണം വെച്ചാൽ നിയമ നടപടി എടുക്കാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്. EP ജയരാജൻ ഒരു നിയമ നടപടിക്കും പോകാൻ തയ്യാറല്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് നിയമ നടപടിക്ക് പോകണമെന്നുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തിനാണ് നിയമ നടപടിക്ക് പോകുന്നത്, ആർക്കെതിരെയാണ് നിയമ നടപടിക്ക് പോകുന്നത്, എന്ത് വകുപ്പിൻ പ്രകാരമാണ് നിയമ നടപടിക്ക് പോകുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്. ഇന്നിപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു ഞാൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്ന്. അതുമാത്രമല്ലല്ലോ, ഇപ്പോൾ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് ചില ഫ്രോഡുകളുമായുള്ള ബന്ധം, ആ ഫ്രോഡുകളുമായുള്ള ബന്ധം അവസാനിപ്പിക്കണം എന്ന കാര്യവും പറഞ്ഞിരിക്കുന്നു. ആ അർത്ഥത്തിലൊക്കെ ചില താക്കീതുകൾ ഈ യോഗം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ലല്ലോ, ഇപ്പം S രാജേന്ദ്രനെ പോലെ ദേവികുളത്തെ മുൻ MLA പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയല്ലോ. അതിനുശേഷം MM മണി പറഞ്ഞ എന്താ, അദ്ദേഹം അങ്ങനെ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും പാർട്ടിയൊന്നും വിട്ടുപോകില്ല എന്ന് മാത്രവുമല്ല തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കുകയും ചെയ്തു, ഏതൊക്കെയോ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ ഇന്നലെ എന്താ സംഭവിച്ചത്, അദ്ദേഹം പറഞ്ഞത് എന്നെ ഉപദ്രവിക്കുകയാണ് എങ്കിൽ ഉപദ്രവം തുടരുകയാണെങ്കിൽ ആ ഓപ്ഷൻ അടച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോഴും CPM എടുക്കുന്ന നിലപാടെന്താ, മുൻകാലങ്ങളിലാണെങ്കിൽ എന്താ സംഭവിക്കുക, ഇങ്ങനൊരാൾ ഈ CPMൽ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. രാത്രിക്ക് രാത്രിയിൽ CPM നിന്ന് പുറത്തു പോകും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ആരും തന്നെ BJPയുടെ കൂടാരത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകരുതെന്ന് പാർട്ടിക്ക് നിർബന്ധമുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, ഈ പറയുന്ന കേരളത്തിലെ CPMൻ്റെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്താണ് നോക്കൂ. ഇപ്പോൾ കേരളത്തിൽ തുടർച്ചയായി CPM ഉന്നയിച്ചിട്ടുണ്ടിരിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് നിങ്ങൾ ഫാസിസ്റ്റ് വിരുദ്ധ സമരത്തിൽ കോൺഗ്രസിനെ വിശ്വസിക്കരുതെന്നാണ്. അങ്ങനെ കോൺഗ്രസിനെ വിശ്വസിക്കാതിരിക്കാൻ കഴിയുന്ന ന്യായങ്ങൾ ഓരോന്നായി ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ കഴിയുന്ന സാഹചര്യം കോൺഗ്രസ് ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട്. അത് ദേശീയ തലത്തിലെ നേതാക്കളുടെ മറുകണ്ഠം ചാട്ടമാണെങ്കിലും സംസ്ഥാനത്തിലെ നേതാക്കളുടെ മറുകണ്ഠം ചാട്ടമാണെങ്കിലും CPMന് എപ്പോഴും അടിക്കാൻ ആയുധം കൊടുക്കുന്നൊരു പാർട്ടിയായി കോൺഗ്രസ് ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. മറുവശത്ത് എന്തായി പറയുന്നത്, 2016 2021 കേരളത്തിൽ ഇടതുപക്ഷം വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് ന്യൂനപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പിന്തുണ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ്. ആ വോട്ട് ബാങ്കിലേക്ക് കൂടുതൽ കടന്നു കയറുക എന്നുള്ളതാണ് CPMൻ്റെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പലസ്തീൻ വിഷയം മുൻകൈയെടുത്ത് വലിയ സമ്മേളനം നടത്തിയിട്ടുള്ളത്. UCC വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നത്, CAA പോലുള്ള വിഷയങ്ങൾ വളരെ ശക്തമായി ഉന്നയിച്ചു കൊണ്ടുവന്നത്. അതെല്ലാം ഒരു പരിധിയോളം ഫലവത്തായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ടോ? ഇപ്പം സമസ്ത പോലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം ആത്മീയ സംഘടനയ്ക്കുള്ളിൽ പോലും ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്നതിനകത്ത് അത് വഴിവെച്ചിട്ടുണ്ട് നിശ്ചയമായും. ഇപ്പോൾ ഉമർ ഫൈസി മുഖത്തെ പോലുള്ള ആൾ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താ, എല്ലാ മാധ്യമങ്ങളോടുമായി പറഞ്ഞെന്താണ്, ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയിൽ നമുക്ക് ഐക്യപ്പെടാൻ കഴിയുന്ന പാർട്ടി എന്ന് പറയുന്നത് CPM ആണ് എന്ന് മാത്രമല്ല, അവിടെ അവസാനിപ്പിച്ചില്ല. അദ്ദേഹം പറഞ്ഞത് CPM ഒരിക്കലും BJPയുമായി സന്ധി ചെയ്യില്ല എന്നാണ്. ആ അർത്ഥത്തിലൊക്കെ ഈ പറയുന്ന ലീഗിനെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുമ്പോൾ തന്നെയും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട നല്ലൊരു വിഭാഗത്തെ, നല്ലൊരു ശതമാനത്തെ തങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവന്ന് തങ്ങളുടെ വോട്ട് ബാങ്ക് വികസിപ്പിക്കുക എന്നൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റ് സംശയത്തിലാകുന്ന എന്ത് നീക്കവും സത്യത്തിൽ CPMനെ പ്രതിസന്ധിയിലാക്കും. ഇപ്പോൾ അടുത്ത 26 തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ 10 വർഷം തുടർച്ചയായി ഭരിക്കുന്നതിൻ്റെ ഒരു ആൻറ്റി ഇൻകംബൻസിയോടുകൂടി പോകുമ്പോൾ ഈ പറയുന്ന സാമുദായിക ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ആ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കേണ്ടത് മുസ്ലിം വിഭാഗം തന്നെയാണ്. അവരെ ചേർത്ത് നിർത്തേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല 2024 ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി BJP ആണ് അധികാരത്തിൽ വന്നെങ്കിൽ രാജ്യത്തിൻ്റെ സാഹചര്യങ്ങൾ
കൂടുതൽ രൂക്ഷമാകാൻ പോവുകയാണ്. ആ സാഹചര്യത്തിൽ BJPയെ ഫൈറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി കേരളത്തിൽ നിലപാടെടുക്കുക CPM ആയിരിക്കും. അപ്പോൾ CPMനെ ഈ പറയുന്ന ന്യൂനപക്ഷ പിന്തുണ ആർജിക്കണമെങ്കിൽ CPMൽ നിന്ന് ഒരാൾ പോലും BJPയിലേക്ക് മറുകണ്ഠം ചാടാൻ പാടില്ല എന്ന് മാത്രവുമല്ല, അത്തരത്തിലൊരു സംശയത്തിലേക്ക് CPM ഒരിക്കലും എത്തിപ്പെട്ടുകൂടാ. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ യഥാർത്ഥത്തിൽ EP ഒരു പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം വളരെ നിഷ്കളങ്കമായ കൂടിക്കാഴ്ചയായിരുന്നു, അവിടെ രാഷ്ട്രീയമൊന്നും സംസാരിച്ചിട്ടില്ല. ഇപ്പം ഇത്തരത്തിലുള്ള നേതാക്കളെ നമ്മൾ എവിടെ വെച്ച് കണ്ടാലും സംസാരിക്കില്ലേ എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുന്ന സംശയങ്ങളൊക്കെ ദൂരീകരിച്ചോ എന്ന കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. ഏതായാലും EP ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ CPMനെ പോലൊരു പാർട്ടിക്ക് ഇപ്പോൾ EPക്കെതിരെ കർശനമായൊരു നടപടിയെടുക്കാൻ കഴിയില്ല. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ആവർത്തിക്കുന്നു. പ്രകാശ് ജാവ്ദേക്കറെ പോലെ കേരളത്തിൻ്റെ ചുമതലയുള്ളൊരു പ്രഭാരിയുമായി സ്വന്തം വീട്ടിൽ ഒരു കൂടിക്കാഴ്ച നടത്തുകയും ആ കൂടിക്കാഴ്ചയെക്കുറിച്ചൊന്നും റിപ്പോർട്ട് ചെയ്യേണ്ട എന്നൊക്കെ പറയുന്നൊരു സാഹചര്യത്തിലേക്ക് CPM എത്തിയിരിക്കുന്ന യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു പ്രതിസന്ധി രൂക്ഷമാവുകയും ഒരു ഗതികേട് ആ പാർട്ടി അഭിമുഖീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഈ മറുകണ്ഠം ചാടാൻ നിൽക്കുന്നവരുടെ വലിയ നേതാക്കൾ മറുകണ്ഠം ചാടാൻ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്നാണല്ലോ ഇപ്പം കോൺഗ്രസ് വളരെ ശക്തമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ VD സതീശൻ്റെ പ്രസ്താവന അടക്കം നമുക്കത് വ്യക്തമാക്കി തരുന്നുണ്ട്. കാരണം ആ രീതിയിൽ അവരുടെ ആയുധത്തിന്, അവരുടെ ആരോപണത്തിന് മൂർച്ച കൂട്ടുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു നടപടി യഥാർത്ഥത്തിൽ CPMനെ പ്രതിസന്ധിയിലാക്കുമായിരുന്നു. ഒരർത്ഥത്തിൽ ആ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി തൽക്കാലം ഒരു നിലപാടും എടുത്തിട്ടില്ല CPM എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല LDFൽ ഇനി ഇത് കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതും കൂടി ഒരു കടമ്പയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് CPI ഈ കാര്യത്തിൽ നിലപാട് പറയും, അതേപോലെ മറ്റ് ഘടകകക്ഷികൾ നിലപാട് പറയും. അവിടെ അവരെ കൺവിൻസ് ചെയ്യിക്കേണ്ടതുണ്ട്. ഏതായാലും അവരെ കൺവിൻസ് ചെയ്യിക്കുന്നതിനപ്പുറം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നൊരു എന്താ പറയുക, ഒരു രാഷ്ട്രീയ ആശങ്കയുണ്ട്, ഒരു പുകമറയുണ്ട്. ആ പുകമറ CPMന് ഗുണം ചെയ്യില്ല. CPMൻ്റെ വലിയ പൊളിറ്റിക്കൽ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടാണ് അത് നിൽക്കുന്നത്. സ്വാഭാവികമായും വരും ദിവസങ്ങളിലൊക്കെ ഇത് വളരെ രൂക്ഷമാകുമെന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനാണെങ്കിലും അതുപോലെ തന്നെ ദല്ലാൽ നന്ദകുമാറാണെങ്കിലും വിവിധ ചാനലുകൾക്ക് അഭിമുഖം കൊടുത്തുകൊണ്ടിരിക്കുന്നു, വിവിധ പത്രങ്ങൾക്ക് അഭിമുഖം കൊടുത്തുകൊണ്ടിരിക്കുന്നു, ആവർത്തിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇനി ഇതെല്ലാം തെളിയിക്കേണ്ടത്, ഇതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരേണ്ടത് ജയരാജൻ്റെ മാത്രം ബാധ്യതയല്ല. ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ജനങ്ങളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ CPMും ബാധ്യതപ്പെട്ടിരിക്കുന്നു. ആ അർത്ഥത്തിൽ CPM ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഇപ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഏതായാലും നടപടി എടുക്കാതിരുന്നത് CPM ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഗതികേടാണ്. ബോധ്യപ്പെട്ടു എന്ന പാർട്ടി സെക്രട്ടറി പുറമേക്ക് പറയുമ്പോൾ നമുക്ക് തോന്നുന്നു പാർട്ടിക്ക് ബോധ്യപ്പെട്ടതായിട്ടാണ് പ്രത്യക്ഷത്തിൽ പറയുന്നത്. പക്ഷേ അത് പൂർണ്ണമായും പാർട്ടിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളത് നമുക്കറിയില്ല. മാത്രമല്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്ത് നടന്ന ചർച്ചയുടെ വിവരങ്ങൾ സാധാരണഗതിയിലൊക്കെ വല്ലപ്പോഴൊക്കെ കുറച്ചൊക്കെ പുറത്തേക്ക് വരും. അങ്ങനെ ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, പാർട്ടി സെക്രട്ടറി പറയുന്ന കാര്യങ്ങൾ മാത്രമേ പുറത്തേക്ക് എത്തിയിട്ടുള്ളൂ. പിന്നെ EP വൈകാരികമായി അതിനകത്ത് സംസാരിച്ചു എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതല്ലാതെ ഇന്ന ആളുകളുടെ വിമർശനം ഉണ്ടായോ അങ്ങനെയൊന്നും വന്നിട്ടില്ല, ഇല്ല എന്നാണ് കേൾക്കുന്നത്. നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ഈ EPക്കെതിരെ നടപടിയെടുക്കേണ്ട ഘടകമല്ല സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്നുള്ളത് നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ ഏത് രൂപത്തിൽ ചർച്ച പോയി എന്നുള്ളത് മാത്രമേ, ഇന്ന് നടപടി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുമില്ലല്ലോ. പക്ഷേ മിനിഞ്ഞാന്നത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതായത് ദല്ലാൽ നന്ദകുമാറുമായുള്ള കൂടിക്കാഴ്ചയെ ഗുരുതരമായി കാണുകയും മറ്റേതിനെ ലഘൂകരിച്ച് കാണുകയും ചെയ്യും. അല്ലെങ്കിൽ അത് അങ്ങനെ നൽകിയ സൂചനയും അതാണ്. അപ്പോൾ ആ രൂപത്തിൽ തന്നെയാണ് പാർട്ടി ചെയ്തത്. അത് പാർട്ടിയുടെ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ പാർട്ടിയുടെ ഒരു ഗതികേടാണത്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഗൗരവത്തിൽ അതെടുക്കുകയും ഉടനടി നടപടി എടുക്കേണ്ടി വരികയും അത് ഇവിടെ നിൽക്കില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ട് താനും. കാരണം ഇപ്പോൾ ഇനി ബംഗാളിലൊക്കെ അടുത്ത ഘട്ടങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഇത് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. അപ്പോൾ അത് സ്വാഭാവികമായും ആ തലത്തിൽ അവിടെയും ചർച്ച ചെയ്യപ്പെടും. അവിടെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയൊക്കെ ചെയ്യും. ഇനിയിപ്പോൾ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നത് ജൂൺ 4 ശേഷമാണ്, തിരഞ്ഞെടുപ്പ് ശേഷം. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടൊരു നടപടി ഉണ്ടാകില്ല എന്ന് ഞാൻ കരുതുന്നില്ല കേട്ടോ. ഇതൊരു പക്ഷേ ആ സമയത്ത് ആ രൂപത്തിൽ ഗൗരവത്തിൽ ചർച്ച ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം BJPയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ ഏറ്റവും പ്രധാനമായ ആരോപണം CPM ഉന്നയിച്ചിരുന്ന ഒരു ചർച്ച നടത്തുക അല്ലെങ്കിൽ കൂടിക്കാഴ്ച പോലും, അല്ലെങ്കിൽ വഴിയിൽ കണ്ടാൽ പോലും ഭക്ഷണം കഴിച്ചാൽ പോലും ഒക്കെ ഏത് രൂപത്തിൽ അതിനെ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. ഇന്ന് MV ഗോവിന്ദൻ രണ്ടിടത്താണ് IPയുടെ നിഷ്കളങ്കത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിഷ്കളങ്കമായ കൂടിക്കാഴ്ച, നിഷ്കളങ്കമായി വിശദീകരിച്ചു എന്നൊക്കെ പറയുന്നത്. അത് ആ രൂപത്തിൽ പാർട്ടി അണികൾക്കും ജനങ്ങൾക്കും ബോധ്യപ്പെടുന്നുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമുണ്ടല്ലോ. അങ്ങനെ ബോധ്യപ്പെടുന്നില്ല എന്ന് വേണം. 2 ദിവസമായി ഇപ്പോൾ P ജയരാജനെ അനുകൂലിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ടോ, ആർമി എന്ന പേരിലെല്ലാം തോന്നുന്നു, അല്ലാതെ പല പേരിലുള്ള അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകൾ ഇപ്പോൾ പോസ്റ്റുകൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. P ജയരാജൻ പാർട്ടിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നും അനുഭവിച്ചു എന്നും തിരിച്ച് ഇപ്പുറത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ള EP വിമർശിച്ചുകൊണ്ട്. അപ്പോൾ അത് ഒരു വികാരമായി ഇതിനകത്ത് കനലായി കിടക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. അത് പാർട്ടി ഇപ്പോൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പാർട്ടി ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നടപടി എടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് നടപടി എടുക്കാത്തത്. പിന്നെ എല്ലാം ഈ മാധ്യമങ്ങളുടെ കുഴപ്പമായി വിശദീകരിക്കുന്നതിനെ എത്രത്തോളം അത് അംഗീകരിക്കാൻ പറ്റുന്നതാണ്. അതായത്
തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം വോട്ടെടുപ്പിൻ്റെ ദിവസം രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത് EP ആണ്. അതെങ്ങനെയാണ് മാധ്യമങ്ങളിൽ ഉറ്റാവുന്നത്? അപ്പോൾ അന്ന് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയത് EP ആണ്. അതിന്മേലൊരു ചോദ്യമോ ചർച്ചയോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കാര്യം അറിയില്ല. പിന്നെ LDF കൺവീനർ എന്ന നിലയ്ക്ക് ഇപ്പോൾ നടപടി എടുക്കേണ്ടതില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മാത്രം തീരുമാനിച്ചിട്ട് കാര്യമില്ലല്ലോ. LDFൽ അത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ CPMന്റെ നിലപാട് അതായിരിക്കാം. ഇന്നിപ്പോൾ MV നികേഷ് കുമാറിൻ്റെ ഡിബേറ്റിൽ പങ്കെടുത്ത RJD നേതാവ് വർഗീസ് ജോർജ് പറയുന്നുണ്ട്, ഇത് ശരിയായിട്ടില്ല, ഇത് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അത് അവർ യോഗത്തിൽ ഉന്നയിക്കും. CPAയെ സംബന്ധിച്ച് ബിനോയ് വിശ്വം പരസ്യമായൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും, എങ്ങും തൊടാതെയാണ് സംസാരിച്ചെങ്കിൽ പോലും അതൃപ്തിയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതും സ്വാഭാവികമായി അകത്ത് ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്, മുന്നണിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട്. ഇനി പല പല സ്ഥലങ്ങളിലും തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒക്കെ അങ്ങനെ ഒരു ചർച്ച നടക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ എന്നൊക്കെയുള്ള ആരോപണം കോൺഗ്രസിന് ശക്തമായി ഉന്നയിക്കാം. ഇപ്പോൾ രണ്ടാമതെത്തിയാൽ പോലും BJP രണ്ടാമതെത്തിയാൽ പോലും ഉത്തരവാദി CPM ആണ് എന്നുള്ളതൊക്കെ കെ മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വിധി വന്നു കഴിയുമ്പോൾ ഈ ആരോപണമൊക്കെ ഒന്നുകൂടെ ശക്തിപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നു. നമുക്കറിയില്ല ഇതിരുവനന്തപുരത്ത് വിധി എന്തുമാകാം എന്ന രൂപത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ പാർട്ടി ഇപ്പോൾ തൽക്കാലം അത് ചാപ്റ്റർ അടച്ച് വെക്കാൻ താല്പര്യപ്പെടുന്നു. പാർട്ടിയുടെ താല്പര്യം അതാണ്. പാർട്ടിയുടെ താല്പര്യം MV ഗോവിന്ദൻ വളരെ ശക്തമായി തന്നെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നന്ദകുമാറിനെതിരെ കേസ് കൊടുക്കണമെന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇല്ല, ശോഭയ്ക്കെതിരെ നന്ദകുമാറിനെതിരെ കേസ് കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നന്ദകുമാറിനെതിരെ കേസ് കൊടുക്കണ്ടേ? നന്ദകുമാറിന്റെ വിഷയമാണ് പ്രധാനപ്പെട്ട വിഷയമായി പറയുന്നത്. നന്ദകുമാറിനെതിരെ കേസ് കൊടുക്കണം എന്നുള്ള കാര്യവും പറയുന്നില്ല. അപ്പോൾ ആ കൂടെ ഒരു അവ്യക്തത ആ കാര്യത്തിലുണ്ട്. നന്ദകുമാറുമായി ബന്ധപ്പെട്ട് EP ഇപ്പോഴും പൂർണ്ണമായി നന്ദകുമാറിനെ തള്ളിയിട്ടില്ല. പക്ഷേ യോഗത്തിൽ പറഞ്ഞു എന്ന് പറയുന്നു, ഇനി ബന്ധപ്പെടില്ല എന്ന് പറയുന്നു. ഇതിലെ ഏറ്റവും കൗതുകരമായ കാര്യം, ഈ കൂടിക്കാഴ്ചയുടെ വിവരമൊക്കെ നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഇത് പാർട്ടി നേരത്തെ അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ പാർട്ടി അന്ന് അറിഞ്ഞത് പ്രകാരം EPയെ വാൺ ചെയ്തതിന് പ്രകാരമായിരിക്കണം ഒരു പക്ഷേ അതിന്മേലുള്ള ചർച്ച മുന്നോട്ട് പോകാതിരുന്നതെന്ന് മനസ്സിലാക്കണം. അതിൽ ശോഭ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ. ഒരു കോൾ വന്നു, ആ കോൾ വന്നപ്പോഴാണ് എന്ന് പറഞ്ഞു. ആ കൂടിക്കാഴ്ച അദ്ദേഹം നിഷേധിക്കുന്നുണ്ട്, കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ 3 തവണത്തെ കൂടിക്കാഴ്ച എവിടെ വെച്ച് എന്നടക്കമുള്ള കാര്യങ്ങൾ ശോഭ പറയുന്നുണ്ട്. ഇനി ശോഭ അതിന്മേൽ വേറെ എന്തെങ്കിലും തെളിവ് കൊണ്ടുവരുമോ എന്നറിയില്ല. കാരണം BJPയുടെ ദേശീയ നേതൃത്വവും ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറയൽ അതൃപ്തിയിലാണ്. കാരണം ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ നോക്കുമ്പോൾ ആ ശ്രമങ്ങൾക്ക് ഒരു തടസ്സം വന്നിരിക്കുകയാണ് ശോഭയുടെ ഈ വെളിപ്പെടുത്തലോടെ എന്നുള്ളതാണ് പാർട്ടി BJP ദേശീയ ഘടകത്തിൻ്റെ വികാരം എന്നുള്ളത് പത്രത്തിൽ ആ വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന്മേൽ ഇനി കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമോ അറിയില്ല. പക്ഷേ BJP പ്രതിരോധത്തിലാവുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായി അവർക്ക് പറയേണ്ടി വരും, ഈ ഒരു കാര്യമെങ്കിലും പറയേണ്ടി വരും. അപ്പോൾ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് വേറെ എന്താണ് തെളിവുകൾ അറിയില്ല, നമുക്കറിയില്ല. വരും ദിവസങ്ങളിൽ കൊണ്ടുവരുമോ എന്നറിയില്ല. അപ്പോൾ അതൊക്കെ ഒരു വിഷയമായി അവിടെ നിൽക്കുന്നു. ഇപ്പോൾ തൽക്കാലം അടച്ചു വെക്കാൻ പാർട്ടി ആഗ്രഹിക്കുന്നു. അങ്ങനെ പാർട്ടി ആഗ്രഹിക്കുമ്പോൾ എല്ലാം അടച്ചു വെക്കപ്പെടുമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. ഓക്കെ, ഇന്നിപ്പോൾ സംഭവിച്ച സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമുള്ള CPM സംസ്ഥാന സെക്രട്ടറിയുടെ വിശദീകരണത്തെ ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു വൈരുദ്ധ്യാത്മിക വിശദീകരണം എന്നാണ്. എന്തുകൊണ്ടെന്നാൽ, പോയിന്റ് നമ്പർ 1, ഈ കൂടിക്കാഴ്ച നേരത്തെ പാർട്ടി ഘടകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സംഭവം നടക്കുന്നത് 2023 മാർച്ച് മാസം 5-ാം തീയതിയാണ്. നന്ദകുമാറിൻ്റെ സാന്നിധ്യത്തിൽ പ്രഭാരിയായ പ്രകാശ് ജാവദേക്കറുമായി രാഷ്ട്രീയം ചർച്ച ചെയ്തു, അല്ലെങ്കിൽ പ്രകാശ് ജാവദേക്കർ രാഷ്ട്രീയം സംസാരിച്ചു, താൻ സംസാരിച്ചില്ല, ഇങ്ങനൊരു കൂടിക്കാഴ്ച നടന്നു എന്ന് പാർട്ടി ഫോറത്തിൽ പറഞ്ഞിട്ട് പാർട്ടി എന്ത് നടപടിയാണ് എടുത്തത്? ശരി, അതൊരു വളരെ ഗുരുതരമായ വിഷയമല്ലെന്ന് പാർട്ടി കണ്ടെത്തുന്നു. തുടർച്ചയായി വീണ്ടും നന്ദകുമാറിൻ്റെ അമ്മയെ ഷാളണിയിക്കാൻ പോകുന്നത് ഇതേ EP ജയരാജനാണ്. അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഗോവിന്ദൻ മാഷ് നടത്തുന്ന യാത്രയിൽ പങ്കെടുക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തുടർച്ചയായിട്ട് പാർട്ടി ഫോറങ്ങളിലും LDF കൺവീനർ എന്ന നിലയിലും അദ്ദേഹം ആക്റ്റീവായി രംഗത്തില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. പാർട്ടി എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യം പ്രസക്തമാണ്. രണ്ടാമത്തത്, ഇതിൽ MV ഗോവിന്ദൻ മാഷ് നൽകുന്നൊരു വിശദീകരണം ഇതൊരു പൈങ്കിളി ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രചരണവേല എന്നാണ്. രാഷ്ട്രീയ എതിരാളികളെ പല സന്ദർഭങ്ങളിലായി നേരിൽ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അവസാനിച്ചു പോകുന്ന പ്രത്യയശാസ്ത്ര കരുത്തു മാത്രമേ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഉള്ളൂ എന്ന് പൈങ്കിളി ശാസ്ത്രം വെച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതേ ആനുകൂല്യം RSP എന്ന് പറയുന്ന റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നറിയപ്പെടുന്ന പ്രേമചന്ദ്രൻ്റെ പാർട്ടിക്കും പ്രേമചന്ദ്രനും നൽകാതെ പോകുന്നത്? പ്രധാനമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയാലോ, പ്രധാനമന്ത്രിയുമായി പാർലമെൻറ്റിൻ്റെ ക്യാൻറ്റീനിൽ വെച്ച് ഭക്ഷണം കഴിച്ചാലോ എന്തുകൊണ്ടാണ് പ്രേമചന്ദ്രൻ്റെ പ്രത്യയശാസ്ത്ര കരുത്ത് ചോർന്നു പോകുന്നില്ല എന്ന് പറയുന്നത്? അപ്പോൾ പറയും നിർമ്മല സീതാരാമനെ പ്രൊജക്റ്റ് ചെയ്തു, പല ഘട്ടങ്ങളിലും BJPക്ക് അനുകൂലമായ പ്രസ്താവന ഇറക്കി. ഇതേ ആരോപണം EP ജയരാജനെതിരെയുമുണ്ട്. സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് മത്സരം ചില മണ്ഡലങ്ങളിലെങ്കിലും LDFും BJPയുമാണെന്ന് പറയുക, 6 മണ്ഡലങ്ങളിലെങ്കിലും NDAക്ക് കരുത്തരായ സ്ഥാനാർത്ഥികളുണ്ടെന്ന് പറയുക,
BJPയുടെ കേന്ദ്രമന്ത്രിയുമായി വൈദേകം റിസോർട്ടിന് ഒരു ബിസിനസ് ബന്ധമുണ്ടാവുക, ഇതൊക്കെ ആ അർത്ഥത്തിൽ ഇ പി ജയരാജനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താവുന്നതാണ്. അത് ഇ പി ജയരാജൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അതൊരു നിഷ്കളങ്കമായ പ്രവൃത്തിയും എൻ കെ പ്രേമചന്ദ്രൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഒരു മഹാപാതകവുമായി തീരുന്ന വൈരുദ്ധ്യമാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമ നടപടി സ്വീകരിക്കാൻ ഇ പി ജയരാജനെ ചുമതലപ്പെടുത്തി. ഏത് വിഷയത്തിലാണ് ഇ പി ജയരാജൻ നിയമ നടപടി സ്വീകരിക്കേണ്ടത്? നന്ദകുമാറിനെ ക്ഷണിച്ചുകൊണ്ട് അല്ലെങ്കിൽ നന്ദകുമാറിൻ്റെ സാന്നിധ്യത്തിൽ പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ പേരിലോ ആ വാർത്ത പുറത്തു വന്നതിൻ്റെയോ പേരിലല്ല. ശോഭാ സുരേന്ദ്രൻ 3 ഇടങ്ങളിലായി തന്നെ കണ്ടുവെന്നും BJPയിലേക്ക് വരാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിലുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നന്ദകുമാറിനെതിരെ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം തുടർച്ചയായിട്ട് അദ്ദേഹം തന്നെയാണ് നന്ദകുമാറിനെ വിളിച്ചതും രാഷ്ട്രീയം പ്രകാശ് ജാവദേക്കർ സംസാരിച്ചു എന്ന് പറയുന്നതും ഇ പി ജയരാജനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്ദകുമാറിനെതിരെ നടപടി സ്വീകരിക്കുക സാധ്യമല്ല. നടപടി ശോഭാ സുരേന്ദ്രനിലേക്ക് മാത്രമായി ഒതുങ്ങുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വൈരുദ്ധ്യം. ഇനി നന്ദകുമാറിനെ പോലുള്ളവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം എന്നതാണ് പാർട്ടിയുടെ നിലപാടെന്നതാണ് MV ഗോവിന്ദ മാഷ് പറയുന്നത്. അത് ആ ബന്ധം അവസാനിപ്പിച്ചു എന്ന് ഇ പി ജയരാജൻ പറയുന്നു. അവിടെയാണ് പ്രധാനപ്പെട്ട മറ്റൊരു വൈരുദ്ധ്യം. 2023 മാർച്ച് മാസത്തിൽ ഇങ്ങനെയൊരു കൂടിക്കാഴ്ച നന്ദകുമാറിൻ്റെ സാന്നിധ്യത്തിൽ നടന്നത് പാർട്ടി ഘടകം 2023 അറിഞ്ഞാൽ 2024 ഏപ്രിൽ മാസം 29-ാം തീയതി മാത്രമേ ആ ബന്ധം അവസാനിപ്പിക്കാൻ പാർട്ടി പറയത്തുള്ളൂ. എന്തുകൊണ്ടാണ് 1 വർഷത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവുക? വൈരുദ്ധ്യം നമ്പർ 4. ഇനി വോട്ടെടുപ്പ് ദിവസം ജയരാജൻ നടത്തിയ പ്രതികരണം പാർട്ടിക്ക് ദോഷം ചെയ്തിട്ടില്ല. ഉള്ള കാര്യം വസ്തുതാപരമായി ഇ പി പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എങ്കിൽ എന്തിനാണ് അന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പിണറായി വിജയൻ പൊട്ടിത്തെറിച്ചത്? ഉള്ള കാര്യം വസ്തുതാപരമായി പറഞ്ഞ് ഇ പി ജയരാജനെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? പകരം ശിവനും പാപിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ കൊണ്ടുവരുന്നത് എന്തിനാണ്? വൈരുദ്ധ്യം 5. ഇനി ഈ സാംസ്കാരിക മൂല്യങ്ങളെക്കുറിച്ചും ഇതൊരു പ്രചരണ വേലയാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ ആനുകൂല്യങ്ങളൊന്നും നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ കെ പ്രേമചന്ദ്രനും നൽകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇ പി ജയരാജൻ്റെ ഉത്തരവാദിത്വമായി മാറുന്നു. ഇതിൽ ശോഭാ സുരേന്ദ്രനെതിരെ കേസ് കൊടുത്ത് തൽക്കാലം ഈ വിഷമവൃത്തത്തിൽ നിന്ന് തലയൂരുന്നതിനും അപ്പുറത്തേക്ക് വളരെ ഗൗരവമായ പാർട്ടി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ചർച്ച ചെയ്യാൻ പാർട്ടിക്ക് കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസിൽ കുത്തിയാൽ അത് താമരയ്ക്ക് പോകും എന്നുള്ള പ്രചരണം ശക്തമായി അവതരിപ്പിച്ച പാർട്ടിക്ക് തങ്ങളുടെ LDF കൺവീനർ തന്നെ ഇത്തരത്തിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ഡീലിനു വേണ്ടി ഒരു നന്ദകുമാർ എന്ന് പറയുന്ന ദല്ലാളിൻ്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി എന്ന് തുറന്നു സമ്മതിക്കുന്നതിന് സമമാകും. അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. പക്ഷേ ഇത് സൃഷ്ടിക്കുന്നൊരു ഒരു ആശയക്കുഴപ്പമുണ്ട് അണികളിൽ. ഇതിനകം തന്നെ അണികളിൽ ഭൂരിപക്ഷവും ഇ പി ജയരാജൻ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തിരിക്കുന്ന ഈ പ്രവൃത്തിയെ വളരെ സന്ദേഹത്തോടു കൂടിയാണ് സമീപിച്ചിരിക്കുന്നത്. ഇതിൽ ഇ പി ജയരാജൻ BJPയിലേക്ക് പോയിട്ടില്ല, അത് ശരിയാണ്. ഇ പി ജയരാജൻ ഇതിൽ നന്ദകുമാർ പറഞ്ഞതുപോലെയുള്ള ഡീലിന് ശ്രമിച്ചിട്ടില്ല എന്നതും വ്യക്തമാണ്. പക്ഷേ ഇ പി ജയരാജൻ സൃഷ്ടിച്ചിരിക്കുന്ന ഈ പുകമറ വലിയ രീതിയിലുള്ളൊരു ആശയക്കുഴപ്പമായി അണികളിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവാണ് PG ആർമിയുടെയും റെഡ് ആർമിയുടെയും ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ വന്നിരിക്കുന്ന ഇ പി ജയരാജനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഇ പി ജയരാജനെ വിമർശിച്ചുകൊണ്ടുമുള്ള പോസ്റ്റുകൾ തന്നെ അതിനുള്ള ഉദാഹരണമാണ്. അപ്പോൾ ഈ ജാഗ്രതക്കുറവ്, നിഷ്കളങ്കത എന്നൊക്കെ പറയുന്നത് ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്ര ലഘൂകരിക്കുന്ന തക്കവണ്ണമാകുമ്പോൾ, അത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് ബോണ്ട് വാങ്ങുന്ന കാര്യത്തിൽ നിഷ്കളങ്കതയുണ്ടാകുമ്പോൾ, ഈ നന്ദകുമാറിൻ്റെ അമ്മയ്ക്ക് ഷാളിടുന്ന കാര്യത്തിൽ നിഷ്കളങ്കതയുണ്ടാകുമ്പോൾ, തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൻ്റെ അന്വേഷണ കമ്മീഷനുമായി സഹകരിക്കാത്ത വിഷയത്തിലുണ്ടാകുമ്പോൾ ആ നിഷ്കളങ്കത ഒരു കേവല നിഷ്കളങ്കതയായി കാണുന്നത് ബുദ്ധിമുട്ടാണ്. ആ നിഷ്കളങ്കതയുടെ പ്രിവിലേജ് ഒരാൾക്ക് മാത്രം എന്തുകൊണ്ട് കിട്ടുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇ പി ജയരാജൻ നന്ദകുമാർ പറഞ്ഞതുപോലെ രാഷ്ട്രീയം സംസാരിക്കാൻ ശ്രമിച്ചു, പക്ഷേ പരാജയപ്പെട്ട് ആ മിഷൻ പരാജയപ്പെട്ടു എന്നത് വസ്തുതയായിരിക്കാം. BJPയിലേക്ക് ഒരിക്കലും ഇ പി ജയരാജൻ പോവില്ലായിരിക്കാം. പക്ഷേ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാക്കി, ഒരു രാഷ്ട്രീയമായ പ്രതിസന്ധി പാർട്ടികൾക്കും അണികൾക്കും ഉണ്ടാക്കി എന്നത് വസ്തുതയാണ്. ആ വിഷയത്തിൽ അതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് അത് ചർച്ച ചെയ്തത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നൽകിയിരിക്കുന്ന വിശദീകരണം ഒരു വൈരുദ്ധ്യാത്മിക വിശദീകരണമാണെന്നതാണ് എൻ്റെ ടേക്ക്. നികേഷ് കുമാർ, ഇതൊരു ഗൗരവമുള്ള വിഷയമാണ്, വളരെ സങ്കീർണതകളുള്ള വിഷയമാണ്. അതിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കാതെ വളരെ ഉപരിപ്ലവമായ വിധത്തിൽ ഒരു നടപടി ഇ പി ജയരാജനെതിരെ സാധ്യമാകില്ല എന്ന് കരുതുന്നു ഞാൻ. നോക്കൂ, ഇന്നിപ്പോൾ ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കർ വിഷയത്തിൽ നടപടി സംബന്ധിച്ച ചോദ്യങ്ങൾ വന്നപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്ററുടെ മറുപടി കോട്ട്, എന്ത് നടപടിയെടുക്കാൻ സംഘടനാപരമായ എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടാണ് നടപടിയെടുക്കാൻ കഴിയുക എന്നാണ് ചോദിക്കുന്നത്.
അപ്പോൾ നേരത്തെ സ്മൃതി ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റിയാണ് ഇക്കാര്യത്തിൽ നടപടി എടുക്കേണ്ടത്. ഇനി എന്തുകൊണ്ട് സംസ്ഥാന സമിതിയുടെ കീഴിലുള്ള LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കുന്നില്ല എന്നുള്ള ചോദ്യം വരികയാണെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അക്കാര്യത്തിൽ നടപടി എടുക്കുകയാണെങ്കിൽ മാത്രമേ സംസ്ഥാന സമിതിയെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ തുടർ നടപടി LDFിൻ്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന് EP കേട്ടു എന്നുള്ളതാണ്. EP ജയരാജൻ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണെങ്കിൽ വൈകാരികമായി അവതരിപ്പിച്ചു. ഞാൻ BJPയിലേക്ക് പോകുമോ എന്നൊരു ചോദ്യം അദ്ദേഹം സെക്രട്ടേറിയറ്റ് അംഗങ്ങളോട് ചോദിക്കുമ്പോൾ അവർക്കത് ബോധ്യപ്പെടുന്നു, ഞാൻ BJPയിലേക്ക് പോകില്ല എന്നുള്ളത്. ഇവിടെ EP ജയരാജന് വീഴ്ചയുണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ EP ജയരാജൻ BJPയിൽ പോകാൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ ചർച്ച നടത്തി എന്ന് CPMലെ ഒരു കേഡറും വിശ്വസിക്കില്ല, ഒരു നേതാവും വിശ്വസിക്കില്ല. അതിന് ഞാൻ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാരണങ്ങൾ തന്നെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. BJP ഒരാളെ മറ്റൊരു പാർട്ടിയിൽ നിന്ന് അടർത്തി സ്വന്തം പാർട്ടിയിലേക്ക്, അതായത് BJPയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഗവർണറാക്കാൻ വേണ്ടി കൊണ്ടുപോകാറില്ല. അതുകൊണ്ട് ഈ ശോഭാ സുരേന്ദ്രൻ ഗവർണറാക്കാം എന്ന് പറഞ്ഞു എന്നും EP ജയരാജൻ 95% വരെ ആ ഓഫറിൽ എത്തി എന്നും ഒക്കെ പറയുന്നത് പച്ചക്കള്ളാണ്. അക്കാര്യത്തിലൊന്നും തന്നെയും യാതൊരു തരത്തിലും അത് ലോജിക്കുമായി ചേർന്നു പോകുന്നതല്ല. അപ്പോൾ നമുക്ക് ഈ ശോഭാ സുരേന്ദ്രനെ പ്രാഥമിക തലത്തിൽ തന്നെ തള്ളിക്കളയാം. രണ്ടാമത്തേത്, ലാവ്ലിൻ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഒതുക്കി കൊടുക്കാൻ അതും തനിക്ക് മട്ടന്നൂർ സീറ്റ് നിഷേധിച്ച, സംസ്ഥാന സെക്രട്ടറി പദവി നിഷേധിച്ച പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ്റിനെ സഹായിക്കാൻ വേണ്ടി EP ജയരാജൻ ആ നിലയിലുള്ളൊരു ഡീലിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് നമ്മൾ തന്നെയുള്ള കൊടുക്കുന്ന വാർത്തയ്ക്ക് പരസ്പര വിരുദ്ധമായിട്ടുള്ള വാർത്തയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇനിയൊരു സംഭാഷണം നടന്നിട്ടുണ്ട് എങ്കിൽ തന്നെയും ആ സംഭാഷണത്തെ, ഇപ്പോൾ നേരത്തെ TG നന്ദകുമാർ ചർച്ചയിൽ വന്നിരുന്നു, ആ സംഭാഷണത്തെ EP ജയരാജൻ കേട്ടുതള്ളി എന്നാണ് പറയുന്നത്. അയാൾ തന്നെ പറയുന്നത്, TG നന്ദകുമാർ തന്നെ അത് കേട്ടുതള്ളി എന്നാണ് പറയുന്നത്. EP ജയരാജൻ അത് എന്തോ സംസാരിച്ചു എന്നുള്ള മട്ടിൽ കണ്ടു എന്നാണ് കരുതുന്നത്. ഏതായാലും EP ജയരാജൻ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ബോധ്യമായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് EP ജയരാജനോട് ഇനി അടുത്ത ഘട്ടം എന്താണ്, പിണറായി വിജയൻ പറഞ്ഞ ജാഗ്രതാ പ്രശ്നം. സഖാവ് ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് പിണറായി വിജയൻ ചൂണ്ടിക്കാണിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും അധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഇതിൻ്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞു എന്നത് നാം കാണേണ്ടതാണ് എന്നല്ലേ സ്റ്റേറ്റ്മെൻറ്റ്. ഇന്നിപ്പോൾ MV ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞ എന്താണ്, ഇങ്ങനെയുള്ള ബന്ധമുണ്ടായാൽ എങ്ങനെയാണ് പ്രശ്നങ്ങളായി വരിക എന്ന് അന്ന് തന്നെ പിണറായി വിജയൻ സൂചിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ബന്ധങ്ങൾ എവിടെയെങ്കിലും ചെന്ന് നമ്മളെ കുഴപ്പത്തിൽ ചാടിക്കും എന്ന് പിണറായി വിജയൻ പറയുന്നു. അത് പിണറായി വിജയൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് പിണറായി വിജയൻ പറയുന്നത്. അത് ഒന്നുകൂടി സെക്രട്ടേറിയറ്റ് EP ജയരാജനെ ഓർമ്മിപ്പിക്കുന്നു. അവിടെ ആ വിഷയം അവസാനിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഡോക്ടർ വർഗീസ് ജോർജ് അല്പം മുമ്പ് ചർച്ചയിൽ വന്നിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചല്ല ഡോക്ടർ വർഗീസ് ജോർജിൻ്റെ ഭാഗത്തു നിന്ന് അത്രയും കടുത്ത വാക്കുകൾ. അദ്ദേഹം പറയുന്നത് വളരെ പ്രസക്തമായ കാര്യമാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്, ഇന്ന് EP ജയരാജൻ ഇന്ന് TG നന്ദകുമാർ എന്ന് പറയുന്ന ഒരു ഫ്രോഡുമായിട്ടുള്ള കൂട്ടുകെട്ട് പാടില്ല എന്ന് ജയരാജനോട് പറഞ്ഞു. ജയരാജൻ ആ പറയുന്ന ബന്ധം അവസാനിപ്പിച്ചു എന്ന് പറയുകയാണ്. പക്ഷേ അവിടെ അവസാനിപ്പിക്കരുതായിരുന്നു CPM എന്നാണ് ഡോക്ടർ വർഗീസ് ജോർജ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് മോറൽ റൈറ്റ് ഉണ്ട് അത് പറയാൻ എന്നാണ്. അതായത് അദ്ദേഹം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്, ജനതാദൾ എസ് BJPയുമായി സഖ്യത്തിലാകുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ താൻ അതിൻ്റെ സെക്രട്ടറി ജനറൽ പദവി ഒഴിഞ്ഞതാണ് എന്നാണ്. പിന്നീട് JDU നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിലേക്ക് ഇവർ ലയിച്ചല്ലോ. നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിൽ ലയിക്കുന്ന ഘട്ടത്തിൽ നിതീഷ് കുമാർ BJPയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഒഴിഞ്ഞു. അതുകൊണ്ട് എനിക്കൊരു മോറൽ റൈറ്റ് ഉണ്ട്. CPM ഇങ്ങനെ പറഞ്ഞാൽ പോരാ. CPM ഇത്തരം ഇടനിലക്കാരുമായി രാഷ്ട്രീയക്കാർ വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് ഖണ്ഡിതമായി പറയണമായിരുന്നു എന്നാണ് ഡോക്ടർ വർഗീസ് ജോർജ് പറയുന്നത്. നല്ല രാഷ്ട്രീയ സന്ദേശമാണത്. ആ രാഷ്ട്രീയ സന്ദേശം എല്ലാ പാർട്ടികൾക്കും ബാധകമാകുമായിരുന്നു എന്നാണ് ഡോക്ടർ വർഗീസ് ജോർജ് പറയുന്നത്. ഞാൻ അതിനുശേഷം ബിനോയ് വിശ്വത്തിനെ ടെലിഫോൺ ലൈനിൽ എനിക്ക് കിട്ടി. അദ്ദേഹം പറയുന്നത്, ഞാൻ ചോദിച്ചു, ഇതിപ്പോൾ CPMൻ്റെ മാത്രം സംഘടനാ പ്രശ്നമല്ലല്ലോ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ത് നടപടി എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് CPMൻ്റെ മാത്രം കാര്യമല്ല, നിങ്ങളുടെ മുന്നണിയുടെ കൺവീനർ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ നിങ്ങൾക്ക് നടപടി വേണ്ട എന്ന CPMൻ്റെ തീരുമാനത്തോട് യോജിപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ഉചിതമായ വേദിയിൽ ഈ വിഷയം ഉന്നയിക്കും എന്നാണ്. ഉചിതമായ വേദി ഏതാണ്?
LDF സംസ്ഥാന ഏകോപന സമിതിയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ തമ്മിൽ തീരുമാനിച്ചോളാം എന്നാണ് പറയുന്നത്. നാട്ടുകാരറിയും ഈ LDF സംസ്ഥാന ഏകോപന സമിതിയിൽ ഉന്നയിച്ചാൽ ഉഭയകക്ഷി ചർച്ചയിലൂടെ ആണെങ്കിൽ നാട്ടുകാർ അറിയണമെന്നില്ല. നിങ്ങളും MV ഗോവിന്ദ മാസ്റ്റർ മാത്രമേ ആ ഉഭയകക്ഷി ചർച്ചയിൽ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പിണറായി വിജയനും മാത്രമേ ഉഭയകക്ഷി ചർച്ചയിലുണ്ടാവൂ. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം, ഏതായാലും ഞങ്ങളത് പറയുമെന്നാണ്. അപ്പോൾ അവിടെ പ്രശ്നം തീർന്നിട്ടില്ല. ബിനോയ് വിശ്വം എന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഈ വിഷയം തുടർന്നും ഉന്നയിക്കും എന്ന് പറയുന്നു. ഡോക്ടർ വർഗീസ് ജോർജ് അതിനേക്കാൾ പ്രസക്തമായ വിധത്തിൽ പറയുന്നു, ഈ വിഷയത്തിൽ CPM ഒരു സന്ദേശം കൂടി നൽകണമായിരുന്നു. ഈ രാഷ്ട്രീയ ഇടനിലക്കാരുടെ കൂട്ടത്തിൽ ഈ രാഷ്ട്രീയക്കാർ ചർച്ചയ്ക്ക് വരാൻ പാടില്ല എന്നുള്ളത് കൂടി ഒരു മെസ്സേജായി കൊടുക്കണമായിരുന്നു എന്ന്. ഏതായാലും ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ EP ജയരാജൻ BJPയിൽ പോകും എന്ന് CPMന് യാതൊരു തോന്നലുമില്ല. ചില വീഴ്ചകൾ അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിട്ടുള്ള പലതരം വീഴ്ചകളുണ്ട്. ആ പലതരം വീഴ്ചകളിൽ ഒന്നായി തന്നെയാണ് ഈ വീഴ്ചയും കാണുന്നത്. അതിനകത്ത് ഈ പറയുന്ന പോലെ പോളിംഗ് ദിനം അദ്ദേഹം വെളിപ്പെടുത്തിയെന്നൊക്കെ പറയുന്നതിന് ഉണ്ടാക്കിയിട്ടുള്ള ഡാമേജ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അറിയാൻ കഴിയൂ. ഇപ്പോഴും CPM വിലയിരുത്തുന്നത് 5% വോട്ട് കുറഞ്ഞത് UDF കേന്ദ്രങ്ങളിലാണ് കുറഞ്ഞിട്ടുള്ളത്. അത് CPMനെയാണ് ഗുണം ചെയ്യുക എന്നാണ്. പക്ഷേ റിസൾട്ട് വന്നാൽ കാര്യങ്ങൾ മാറി മറിഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ ജയരാജൻ അതിന് ഉത്തരം പറയേണ്ടി വരും, അല്ലെങ്കിൽ ജയരാജൻ ഉത്തരം പറയണമെന്ന് LDFൻ്റെ ഘടകകക്ഷി തന്നെ ഉന്നയിക്കും അവിടെ വിഷയം. ഏതായാലും EPയെ പാർട്ടി തള്ളിപ്പറയില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിൻ്റെ കാരണം ഈ VD സതീശൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഭയമല്ല, EPയുടെ പാർട്ടിയിലെ റോളാണ്. ഓങ്കോളിലെ വെടി മാത്രമല്ല, ദേശാഭിമാനിയുടെ ജനറൽ മാനേജർ എന്നുള്ള നിലയിൽ പാർട്ടി ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന ഘട്ടത്തിൽ ദേശാഭിമാനിയെ താങ്ങി നിർത്തി എന്നുള്ള ഒരു ചുമതല EP ജയരാജനുണ്ടായിരുന്നു. VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ വിഭാഗീയ പ്രവർത്തനത്തിനിടയിൽ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നിലപാടുകൾക്കൊപ്പവും ആ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ചും പ്രവർത്തിച്ച ഒരു സഖാവ് എന്നുള്ള നിലയിൽ എറണാകുളം, തൃശ്ശൂർ ജില്ലാ കമ്മിറ്റികളിൽ വലിയ വിഭാഗത്തെ തുടർന്ന് ഈ കമ്മിറ്റികൾ പിരിച്ചുവിട്ട ഘട്ടത്തിൽ അവിടേക്ക് പാർട്ടി അയച്ചിട്ടുള്ള ട്രബിൾ ഷൂട്ടർ EP ജയരാജനാണ് എന്നുള്ളതുകൊണ്ട് ഈ വിഷയത്തിൽ പാർട്ടി EP ജയരാജനോട് പല കാര്യങ്ങളിലും കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. ആ കടപ്പാട് തന്നെയാണ് EP ജയരാജന് ഇപ്പോൾ വീണ്ടും ഒരു ലോങ് റോപ്പ് നൽകാനുള്ള കാരണം. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങാം. അതിനു മുമ്പ് നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരം നൽകാം എന്ന് തോന്നുന്നു. പാർട്ടിക്ക് ബോധ്യപ്പെട്ടോ എന്നായിരുന്നു ചോദ്യം. 4 പേരും യെസ്, Meet the editors.